ഹലോ ഹായ് നമസ്കാരം. എൻ്റെ പേര് രഞ്ജു. നോളജ് ബ്ലോഗറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ലോഗരിതത്തിലെ കുറച്ച് റൂൾസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ലോഗരിതത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ലോഗ് എക്സ്, എന്താണ് നാച്ചുറൽ ലോഗും കോമൺ ലോഗും തമ്മിലുള്ള ഡിഫറൻസ്, എന്തിനാണ് നമ്മൾ വെറും ലോഗ് എക്സ് എന്ന് എഴുതുന്നത്, അതിന്റെ ബേസ് എന്താണ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഈ വീഡിയോയിൽ നമുക്കതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. 5⁻³ ഇസ് ഈക്വൽ ടു എത്രയാണ്? 125 ആണ്. ഓക്കെ, 5⁻³ ഇസ് ഈക്വൽ ടു 125 ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാന്ന് പറഞ്ഞാൽ ലോഗ് ടു ദ ബേസ് 5 125 ഇസ് ഈക്വൽ ടു 3 ഇങ്ങനെ എഴുതാന്നാണ് നമ്മൾ പറഞ്ഞത്. ശരിയല്ലേ? അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറയാണ്, നമുക്ക് 2 ലോഗ് വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, 2 ലോഗ് വാല്യൂസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ആൻസർ വരാൻ നോക്കാം നമുക്ക്. ഓക്കെ, ലോഗ് ടു ദ ബേസ് 5 പ്ലസ് ലോഗ് ടു ദ ബേസ് 125 is equal to what? Log to the base 5 plus log to the base 125 is equal to what? ഇവിടെ ബേസ് സെയിം ആണ്, ശരിയല്ലേ? 5 ആണ് രണ്ടിലെയും ബേസ് എന്ന് പറയുന്നത്. ലോഗ് ടു ദ ബേസ് 5 ഓഫ് 5 അത് എത്രയായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് ജനറലി ലോഗ് ടു ദ ബേസ് എ ഓഫ് എ ഇസ് ഈക്വൽ ടു 1 ആണ്. അതായത് ബേസും ആ ആർഗ്യുമെന്റും സെയിം ആണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോഗ് ടു ദ ബേസ് 5 എന്ന് പറയുന്നത് എന്തായിരിക്കും? വാല്യൂ 1 ആയിരിക്കും. ആൻഡ് ലോഗ് ടു ദ ബേസ് 5 ഓഫ് 125 എന്താണ് ഇതിന്റെ മീനിങ്? ലോഗ് ടു ദ ബേസ് ഓഫ് 125 എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? 5 റൈസ് ടു സം വാല്യൂ ഇസ് ഈക്വൽ ടു 125. 5ന്റെ ഏത് പവറിനാണ് 125 കിട്ടുക? 3ക്കാണ്. 5⁻³ ഇസ് ഈക്വൽ ടു 125 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ലോഗ് ടു ദ ബേസ് 125 എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടി. എത്രയാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? 4 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി നോക്കി, ഇതിനെ നമുക്ക് വേറൊരു രീതിയിലും കൂടി എഴുതാം. ലോഗ് ടു ദ ബേസ് ഓഫ് 5 ഓഫ് 5 പ്ലസ് ലോഗ് ടു ദ ബേസ് 5 ഓഫ് 125 നമുക്ക് ഇങ്ങനെ എഴുതാം. Generally, log to the base 5 of 5 into 125. Okay, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? Log to the base 5 into 125 is actually 625. Okay. Log to the base 625. അതായത് 5ന്റെ ഏത് പവറിനാണ് നമുക്ക് 625 കിട്ടുക? 5ന്റെ ഏത് പവറിനാണ് 625 കിട്ടുക? 5ന്റെ 4 എന്ന് പറയുന്ന പവറിനാണ് എത്ര കിട്ടുക? 625 കിട്ടുക. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ, അതായത് ലോഗ് ടു ദ ബേസ് 5 ഓഫ് 5 പ്ലസ് ലോഗ് ടു ദ ബേസ് ഓഫ് 125 ഇസ് ഈക്വൽ ടു എത്രയാണ് കിട്ടി? 4 ആണ് കിട്ടി. ഇങ്ങനെ നമ്മൾ ഓരോന്ന് ചെയ്ത് നോക്കണതിന് പകരം എളുപ്പത്തിൽ നമുക്ക് 4 ആണ് കിട്ടി. എങ്ങനെയാണ് കിട്ടിയത്? നമ്മുടെ ആ ആർഗ്യുമെന്റ്സ്, അതായത് ആ റിസൾട്ട് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ജനറലി നമുക്ക് ഇവിടെ ഒരു റൂൾ പറയാം. ലോഗ് ടു ദ ബേസ് എ എക്സ് പ്ലസ് log to the base a y is equal to log to the base a x into y. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. log to the base a of x y is equal to log to the base a x plus log to the base a y. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ റൂള് കിട്ടി. നമുക്ക് ഇവിടെ ഒരു പുതിയ പേജ് എടുത്തിട്ട് അതിൽ നമുക്ക് ഓരോ റൂൾസ് ആയിട്ട് എഴുതി വയ്ക്കാം. അപ്പൊ ഒന്നാമത്തെ റൂള് നമ്മൾ നേരത്തെ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഒരു റൂളാണ് ഇതെന്ന് പറയുന്നത്. log to the base a of a is equal to 1. ബേസും റിസൾട്ട് സെയിം നമ്പർ ആണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇപ്പൊ നമുക്ക് കിട്ടി ലോഗ് ടു ദ ബേസ് a ഓഫ് എക്സ് പ്ലസ് ലോഗ് ടു ദ ബേസ് ഓഫ് a y is equal to log to the base a x into y. ഓക്കെ, ഇതവിടെ കിട്ടും. ഇനി നമുക്ക് അടുത്തൊരു കാര്യം നോക്കാം. ലോഗ് ടു ദ ബേസ് 625 മൈനസ് ലോഗ് ടു ദ ബേസ് 125. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? വാട്ട് വിൽ ബി ദ ആൻസർ? ഇതായിരിക്കും ആൻസർ. ഓക്കെ, ലോഗ് ടു ദ ബേസ് 625 നമുക്കറിയാം. എത്രയാണ്? 5 some value is equal to 625. which value we get? 625. for which value? n is equal to എന്തായിരിക്കും? n is equal to 4 ആയിരിക്കും. ഓക്കെ, ഇവിടെയോ? ഇവിടെ 5 some value is equal to 125. 5 ഏത് വാല്യൂന് നമുക്ക് 125 കിട്ടുക? n is equal to എത്രയായിരിക്കും? 3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ 4ഉം ഇതിന്റെ ആൻസർ 3യും വരും. അതായത് നമുക്ക് എങ്ങനെ കിട്ടും? 4 - 3 which is equal to 1. അതായത് ഇവിടെ നമുക്ക് എന്ത് ആൻസർ കിട്ടി? 1 എന്ന ആൻസർ കിട്ടി.
അപ്പൊ നമുക്ക് ഇതിപ്പോ നമുക്ക് ഈ സ്റ്റെപ്പ് ഒക്കെ ചെയ്തുകൊണ്ടാണ് കിട്ടി. അതല്ലാതെ നമുക്ക് എളുപ്പത്തിൽ വേറെ വഴിയുണ്ട് കണ്ടുപിടിക്കാൻ. എങ്ങനെയാ നോക്കാം. ലോഗ് ടു ദ ബേസ് 5 625 divided by 125 is equal to 625 divided by 125 എത്രയാണ് 5 ആണ്. അപ്പൊ ലോഗ് ടു ദ ബേസ് 5 625 ഡിവൈഡ് ബൈ 125. ഇവിടെ നമ്മൾ മൈനസ് ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്താക്കി ഡിവിഷൻ ആക്കി. നേരത്തെ നമുക്ക് പ്ലസ് ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ അത് എന്താക്കി മൾട്ടിപ്ലിക്കേഷൻ ആക്കി. അപ്പോൾ നോക്കി ഇത് നമുക്ക് 5 കിട്ടി. ലോഗ് 5 കിട്ടി. ലോഗ് ടു ദ ബേസ് 5 കിട്ടി. ലോഗ് ടു ദ ബേസ് ഓഫ് 5 എത്രയാണ് 1 ആണ്. സെയിം ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞ 1 ആയിരിക്കും. അത് തന്നെയല്ലേ നമുക്ക് നേരത്തെ ചെയ്തപ്പോഴും ആൻസർ കിട്ടിയത്. അപ്പൊ രണ്ട് മെത്തേഡിൽ ചെയ്താലും ആൻസർ സെയിം ആണ്. അപ്പൊ നമുക്ക് റൂൾ ഇങ്ങനെ കിട്ടി. ലോഗ് ടു ദ ബേസ് എ എക്സ് മൈനസ് ലോഗ് ടു ദ ബേസ് ബി y is equal to log to the base, സോറി ഇവിടെ തന്നെയാണ് സെയിം ബേസ് ആയിരിക്കും, a x by y. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റൂള്. ഇത് നമ്മുടെ റൂൾസിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, തേർഡ് റൂൾ ഈസ് ലോഗ് ടു ദ ബേസ് a x മൈനസ് ലോഗ് ടു ദ ബേസ് a y is equal to log to the base a x divided by y. ഓക്കെ, മൂന്നാമത്തെ റൂൾ കിട്ടി. ഈ നാലാമത്തെ റൂളിലേക്ക് എടുക്കാം നമുക്ക്. 2 log to the base of 4. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ എഴുതും. ഈ 2നെ 4ന്റെ പവർ ആക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടും? ലോഗ് ടു ദ ബേസ് 2 4 റേസ് ടു 2 4 റേസ് ടു 2. അതായത് ലോഗ് ടു ദ ബേസ് 2 4 റേസ് ടു 2 എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. 2ന്റെ ഏത് പവറിനാണ് നമുക്ക് 16 കിട്ടുക? 2 റേസ് ടു 4 ആണ് അല്ലെ. 2 റേസ് ടു 4നാണ് നമുക്ക് എന്ത് കിട്ടുക? 16 കിട്ടുക. അപ്പൊ ആൻസർ എന്തായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ, ലോഗ് ടു ദ ബേസ് 2 ഓഫ് 16 എന്ന് പറയുന്നത് 4 ആയിരിക്കും. അപ്പൊ ജനറലി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതാം. അതായത് ലോഗ് ടു ദ ബേസ് ഓഫ് എനി നമ്പർ ഓഫ് എക്സ് റേസ് ടു n is equal to n log x എന്ന് എഴുതാം. ടു ദ ബേസ് n log x എന്ന് എഴുതാം. n log x അതാണ്ടോ. അതായത് നമ്മൾ ഇവിടെ കിടന്നിരുന്ന 2 ഇല്ലേ, അതിനെടുത്ത് എവിടെ ഇട്ടു? 4ന്റെ പവർ ആക്കി ഇട്ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചു പറയാം അല്ലെ. അതായത് നമ്മൾ ഇവിടെ പറഞ്ഞേക്കണേ 4 റേസ് ടു 2നെ നമ്മൾ എങ്ങനെയാക്കി എഴുതി? 2 log 4 എന്നാക്കി എഴുതി. 2 log 4 എന്നാക്കി. ഓക്കെ, ക്ലിയർ ആണോ? ഇതാണ് ഇതെന്ന് പറയുന്നത് നമ്മളെ നാലാമത്തെ റൂൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് നമ്മുടെ റൂൾസിലേക്ക് കയറ്റി വയ്ക്കാം. ലോഗ് ടു ദ ബേസ് എ എക്സ് റേസ് ടു n is equal to n log to the base a x. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട്. ഒരു റൂളും കൂടി നമ്മൾ പറയും. അതായത് ലോഗ് ടു ദ ബേസ് ഓഫ് എ ഓഫ് 1. അതായത് 1 ആണ് നമ്മുടെ റിസൾട്ട് എങ്കിൽ അതിന്റെ ലോഗ് എന്ന് പറയുന്നത്, ലോഗരിതം വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ ഫിസിക്സിലെ കെമിസ്ട്രിയിലെ മാത്തമാറ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ലോഗരിതം റൂൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഓക്കെ, താങ്ക് യു.